CPI കേരള ഘടകത്തിന് 85 വയസ്സ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് 14 വർഷങ്ങൾ കഴിഞ്ഞാണ് CPI കേരളം ഘടകം രൂപം കൊള്ളുന്നത്. 1939 അവസാന മാസങ്ങളിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ പിണറായി പാറപ്രം ഗ്രാമത്തിൽ രൂപീകരണ സമ്മേളനം ചേർന്നത്. കൃത്യമായ തീയതി ആരും ഓർത്തുവച്ചില്ല, രേഖപ്പെടുത്തിയുമില്ല. മഞ്ഞ് പെയ്യുന്ന ഡിസംബറിലായിരുന്നുവെന്ന് മാത്രമേ പലരും പറഞ്ഞു വെച്ചുള്ളൂ. നാടിന്റെ മോചനത്തിനും കർഷകരുടെ തൊഴിലാളികളുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും കമ്മ്യൂണിസം മാത്രമാണ് പോംവഴിയെന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് 85 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകൃതമായത്. ഈ കാഴ്ചപ്പാട് പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് പിന്നീടുള്ള കേരളത്തിന്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ 1931 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടന ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ ഇവിടുത്തെ സോഷ്യലിസ്റ്റുകാർ അന്ന് സന്നദ്ധമായില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും യോജിച്ചുകൊണ്ടുള്ള ഒരു ഏകീകൃത പാർട്ടി ഉണ്ടാക്കണമെന്ന കാര്യത്തെ അവർ സർവാത്മന അനുകൂലിച്ചിരുന്നു. 1931 1932 കാലത്ത് തൈക്കാട് കേന്ദ്രമാക്കി തിരുവനന്തപുരത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗ് പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉടൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടണമെന്നതാണ് പിണറായി സമ്മേളനം അംഗീകരിച്ച സുപ്രധാന തീരുമാനം. 1940 ആകുമ്പോഴേക്കും ഗവൺമെന്റിന്റെ മർദ്ദനം മുറുകി. ചില പ്രധാന പാർട്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഒരു വിഭാഗം നേതാക്കന്മാർ ഒളിവിൽ പോയി. ഒരു അണ്ടർഗ്രൗണ്ട് നേതൃത്വം പ്രവർത്തനം ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ചില ലഘുലേഖകൾ, സർക്കുലറുകൾ എല്ലാം വന്നു. പ്രവർത്തനം പുതിയൊരു രീതിയിൽ ശക്തി പ്രാപിച്ചു തുടങ്ങി. KPCC അന്നും ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ KPCC നേതൃത്വം വഹിച്ചുകൊണ്ട് പരസ്യമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് വിലവർധനവ് നിമിത്തം സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീർന്നു. ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത പടർന്നു പിടിച്ചു. ഈ സന്ദർഭത്തിൽ 1940 സെപ്റ്റംബർ 15 പ്രതിഷേധ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം നൽകി. അന്നത്തെ KPCC സെക്രട്ടറി K. ദാമോദരനായിരുന്നു. ഈ പ്രതിഷേധ ദിനത്തിൽ സഹകരിക്കാൻ മലബാർ കർഷക സംഘവും ട്രേഡ് യൂണിയനുകളും തീരുമാനിച്ചു. നിരോധനങ്ങൾ കാറ്റിൽ പറത്തി മൊറാഴ, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ സാമ്രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി അണിനിരന്നു. പോലീസ് ഇടപെട്ടതോടെ പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. തലശ്ശേരിയിൽ വെടിവെപ്പിൽ അബു, ചാത്തുക്കുട്ടി എന്ന 2 പേർ രക്തസാക്ഷികളായി. മൊറാഴയിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ടു. ഈ കേസിലാണ് KPR-നെ തൂക്കാൻ വിധിച്ചത്. ഭീകരമായ പോലീസ് മർദ്ദനം മൂലം പാർട്ടി കേന്ദ്രം ആദ്യം സ്ഥാപിച്ചിരുന്ന പ്രദേശത്തു നിന്നും മാറ്റേണ്ടി വന്നു. കീഴ്ഘടകങ്ങൾ പലതും ഈ ഘട്ടത്തിൽ ഉലഞ്ഞു പോയിരുന്നു. ചിലത് താറുമാറായി പോയിരുന്നു. എങ്കിലും 3 മാസത്തെ നിരന്തര പ്രവർത്തനങ്ങൾ കൊണ്ട് വീണ്ടും ശക്തമായ പാർട്ടി സംഘടന എല്ലാ ഇടങ്ങളിലും ഉണ്ടാക്കാൻ അന്ന് കഴിഞ്ഞു. 1940 ആദ്യത്തിൽ തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങൾ സ്ഥാപിതമായി. പഴയ മലബാറിലും കൊച്ചിയിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മുഖേനയാണ് മിക്കവാറും പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നതെങ്കിൽ തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസിലും യൂത്ത് ലീഗിലും ട്രേഡ് യൂണിയനുകളിലും പ്രവർത്തിച്ചിരുന്നവരും സോഷ്യലിസത്തിൽ വിശ്വസിച്ചിരുന്നവരും എല്ലാം ഇടതു ദേശീയ പാർട്ടികൾ എന്ന നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത്.